ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്രിസ്മസ് ദിനത്തിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് മുഴുവനായും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ രാവിലെ ഞാനും നാത്തൂനും കൂടിയിട്ട് ഒന്ന് കുന്നംകുളത്തേക്ക് പോവുകയാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി കുന്നംകുളത്തേക്ക് പോയി. പിന്നെ നമുക്ക് പൂജയ്ക്ക് ആവശ്യമായ കുറച്ച് സാധനങ്ങളും കൂടി മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മേടിക്കാനായിട്ട് ഈ ഒരു കടയിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ തൊട്ട് മുമ്പത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവരൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ലച്ചും ഞങ്ങളുടെ കൂടെ വരാനായിട്ട് കുറേ കരഞ്ഞു കേട്ടോ. അപ്പോൾ ബസ്സിലൊക്കെ വരുമ്പോൾ കൊണ്ടുവരാനായിട്ട് എളുപ്പമല്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ അവളവിടെ നിർത്തി. അപ്പോൾ പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചായക്കടി മേടിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ട് പിന്നെ ഞങ്ങളിപ്പോൾ അതാ ബസ് സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ബസ് കാത്ത് നിൽക്കുകയാണ് കേട്ടോ. അവിടെ ചേച്ചിയും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ അവർ വന്നതാണ് കേട്ടോ. പിന്നെ അമ്മായിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം അവരോടൊക്കെ സംസാരിച്ചിരുന്ന് നമ്മൾ വല്യമ്മേരെ വീട്ടിൽ, അതായത് തറവാട്ടിലായിരുന്നു നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയും മീൻ കറിയും സാമ്പാറും ഒക്കെ ആയിട്ട് നമ്മൾ എല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു സാധനം തപ്പിയിട്ട് പോവുകയാണ് കേട്ടോ. കുറച്ച് അധികം അങ്ങോട്ട് പോകാനുണ്ട്. ഒരു പാടത്താണ്. അപ്പോൾ അത് കിട്ടുമെന്നൊന്നും അറിയില്ല. അപ്പോൾ കിട്ടുകയാണെങ്കിൽ അത് കാട്ടിത്തരാം, ഇല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചതുപോലെ തന്നെ വരും. അപ്പോൾ എൻ്റെ കൂടെ ഇവരൊക്കെയാണുള്ളത്. കിട്ടുമെന്ന ഒരു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഞങ്ങൾ പോവാണ്. അപ്പോൾ ഇത് ഒരു കുന്നും പ്രദേശമാണ് കേട്ടോ. അപ്പോൾ അഞ്ഞൂർക്കുന്ന് എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. കുറേ കയറ്റവും ഇറക്കവും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ധാരാളം ആയിട്ട് മുള്ളുംപഴം നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇത് കണ്ടാ ഒരു മുള്ള് പോലെയാണ് ഇതിൻ്റെ ചെടിയുടെ മുകളിൽ. അപ്പോൾ ഞങ്ങളവിടെ മുള്ളുംപഴം എന്നാണ് പറയാം കേട്ടോ. ഒരു ചെറുതാണ് കേട്ടോ, നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ നിറയെ ഇത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളിത് അത് കൂടിയാണ് സ്കൂളിലേക്കൊക്കെ പോയിരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊട്ടിച്ച് കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഞാനിതൊന്ന് കാട്ടി കൊടുത്തതാണ് കേട്ടോ ഇങ്ങനെയുള്ള. അപ്പോൾ ഈ ഒരു പഴം കഴിച്ചവരും കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പഴം എന്നിട്ടുള്ളൊരു പഴം കേട്ടോ. അപ്പോൾ നിറച്ച് ഉണ്ടാവണമല്ലോ, പഴുത്തിട്ടില്ല. അപ്പോൾ അതിൽ ഒരെണ്ണം കിട്ടി. പണ്ട് ഞങ്ങൾ സ്ഥിരം ഈ ഒരു വഴിയാണ് പഠിക്കാനൊക്കെ പോയിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിച്ച് കഴിച്ചിരുന്ന സാധനമാണിത്. പണ്ടൊക്കെ ഞങ്ങൾ കഴിച്ചായിരുന്നു. ഇപ്പം നമുക്കൊന്നും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. എന്ത് കഴിച്ചാലും ചാവും. പിള്ളേരോടൊന്നും കഴിക്കേണ്ടതുണ്ട്. ഇനി പൊട്ടിച്ച് കഴിക്കരുത് കേട്ടോ. ഇത് തൊണ്ടയിലൊക്കെ ഇങ്ങനെ കുടുങ്ങും. ഈ ഒരു നാവിൻ്റെ അടിയിലൊക്കെ തൊലി ഒരു പുളിയാ ഞങ്ങൾക്ക് തന്നില്ല. പണിക്കലുണ്ട് അതൊക്കെ. നമുക്ക് പോണ്ടത് ആ വീടിന്റെ ബാക്കിലേക്കാണ്. അവിടെ വീട് കാണാമല്ലോ. അവിടെ അതൊക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരുടെ വീട് തന്നെയാണ് കേട്ടാ. പക്ഷെ ഇപ്പൊ ഇന്നെ അറിയോന്ന് അറിയില്ല. ഇപ്പൊ ആ വീടിന്റെ ബാക്കിൽ ഉണ്ട് എന്നാണ് പറഞ്ഞുള്ളത്. പോയി നോക്കി നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഭാഗ്യം. നമ്മളങ്ങനെ പണ്ട് ഞങ്ങൾ പഠിക്കാൻ പോണ സമയത്ത് ഇതാണ്ടേ ഈ പാലമൊന്നും ഉണ്ടായിരുന്നില്ല.
ആ ഒരു വഴി കൂടെ ഇങ്ങനെ 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 ചുറ്റിയിട്ടാണ് പോയിരുന്നത്. ഇതൊക്കെ ഇപ്പം ഉണ്ടാക്കിയതാ. അവിടെ ഒരു കുളമുണ്ട്. അത് കൂടെ വഴിയുണ്ടല്ലോ, അപ്പോൾ അത് കൂടെ പോവാം. ആലൊക്കെ കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൂടെ വേണം പഠിക്കാനായിട്ട് പോവാൻ. പോവാ. അയ്യോ വീഴൊന്നുമില്ല. തോട് കണ്ട. ഇതും തൊട്ടാ താമര പോലത്തെ. അപ്പോൾ അതാ നമ്മൾ തിരിച്ചു പോരുകയാണ് കേട്ടോ. നമ്മൾ പോയ സംഭവം നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് കൊല്ലം മുന്നേ ആയിരുന്നു എന്ന് മാത്രം. നമ്മൾ കുറച്ച് വൈകി പോയി. അപ്പോൾ ആ ഒരു സംഭവം ഇപ്പോൾ അവിടെയൊന്നുമില്ല. അതൊക്കെ അവർ കളഞ്ഞു അത്രേ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെടിയാണ്. ആ ഒരു ചെടിയുടെ മുകളിൽ ഒരു മാല മണി പോലെ ഒരു സംഭവം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് മാല കോർക്കാനായിട്ട് എടുക്കാം. അതൊരിക്കലും നാശാവില്ല. നമുക്ക് മാലമണി പോലെ ആയിരിക്കും ആ ഒരു ചെടിയുടെ മുകളിൽ ഉണ്ടാവുക. അപ്പോൾ അത് കുറേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ തപ്പി തുടങ്ങിയതാണ് ഈ ഒരു സാധനം കിട്ടുമെന്നുള്ളത്. അപ്പോൾ പണ്ടൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരിയുടെ വീട് അടുത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അവരൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്നും നമുക്ക് ഇത്ര ഇതിൻ്റെ വിലയും പ്രാധാന്യമൊന്നും അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ വീണ്ടും ഇത് കണ്ടു. അപ്പോൾ ഇട്ടിട്ടാണ് എനിക്ക് വേണം എന്നുള്ളൊരാഗ്രഹം വന്നിട്ട്. പിന്നെ ഈ 2 ദിവസം മുന്നായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇതിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഭഗവാൻ കൃഷ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇതാണത്. വൈജയന്തി ചെടിയാണ്. അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഒരു മണിയാണ്. അതുകൊണ്ട് മാല കുറക്കും. അപ്പോൾ അത് വൈജയന്തി മാലയാണ്. അപ്പോൾ അത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ വീടിൻ്റെ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കുറച്ച് പേരോട് ഞാൻ എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചറിയണ്ടേ. അപ്പോൾ അവർ പറഞ്ഞത് ആ ഒരു വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ ഏതായാലും ഇത്രയും ദൂരം വന്നതല്ലേ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കുളങ്ങളുണ്ട്. അപ്പോൾ അത് പിള്ളേർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേയൊക്കെ ഇവിടേക്കൊക്കെ വല്യമ്മയുടെ കൂടെ ചെറുപ്പത്തിലൊക്കെ കുളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം പണ്ടൊക്കെ ഒരുപാട് പേര് ഈ ഒരു കുളത്തിലേക്ക് കുളിക്കാനും തുണി അലക്കാനൊക്കെ വരുമായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനെ ആരും വരാറൊന്നുമില്ല. ഉപയോഗിക്കാണ്ട് കിടക്കാൻ തോന്നുന്നു കുളം കണ്ടിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിയുടെ വീടൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവളതിനെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുളത്തിൻ്റെ അവിടേക്ക് പോവാണ് കേട്ടോ കാണാനായിട്ട്. കുളിക്കുക ഞാനേ വല്യമ്മയുടെ കൂടെ വന്നിട്ട്. ഇത് പൊതുകുളമല്ല, മീൻ പിടിക്കാൻ പാടില്ലാണ്. പണ്ട് ഞാൻ ഈ പാറയുടെ മുകളിൽ നിന്ന് ഉരുണ്ട് ആ കുളത്തേക്കാ പോയിട്ട്. ഇവിടെയൊക്കെ ഒരാളുടെ വീടൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ കാടായിരുന്നു. സീൻ മൂടല്ല. അതൊരു ട്രീ. ഇവിടെയൊക്കെ വലിയൊരു പാറക്കെട്ടൊക്കെ ആയിരുന്നു ഈ സ്ഥലത്ത്. ശ്രീകുട്ട ഡ്രസ്സുമ്മ കൂത്തിക്കയറോട് വല്ലതോ. അതാ നോക്കി അതിന്റെ മുകളിൽ എന്തിട്ടോണ്ട് അങ്ങോട്ടൊക്കെ എങ്ങനെയാ കേറുക? വാവ്, ആ ചെടിയുടെ മുകളിൽ കണ്ട പൂക്കളുണ്ടായിട്ട് ആ കിടക്ക അങ്ങോട്ട് വായോ, പാമ്പുണ്ടാവും. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇവിടെ കുളിക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷെ കംപ്ലീറ്റ് മാറി. അപ്പം അതിൻ്റെ മുകളിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുടെ വീടുണ്ട് കേട്ടാ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ അവളെ കാണാനൊക്കെ ആയിട്ട് വരാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ അവൾ വെക്കേഷനിൽ വന്നിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കേട്ടോ. അവൾ വന്നിട്ടില്ല. വന്നപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു മാറ്റങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി അല്ലേ. കാലം മാറും തോറും
ഓരോരോ സ്ഥലങ്ങൾക്കും ഒക്കെ മാറ്റങ്ങൾ വരികയാണ് അല്ലേ. അതുകൊണ്ട് വന്നപ്പോൾ പിള്ളേർക്ക് ഇതൊക്കെ കാണാൻ പറ്റി. ഇവരോടൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ 2 പ്രാവശ്യം ഞങ്ങളിതിൽ മുങ്ങിച്ചാവാൻ പോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ വല്യമ്മയുടെ കൂടെയൊക്കെയാണ് കേട്ടോ വരിക കൂടുതലും കുളിക്കാനൊക്കെ ആയിട്ട്. അവിടെ ചുറ്റും കുളങ്ങളാണ്. അപ്പോൾ അവിടെ ഒരു കുളമുണ്ട്, അതിൽ 2-3 ആൾക്കാർ വീണ് മരിച്ചിട്ടുണ്ട്. പിന്നെ ഈ കുളത്തിലേക്കാണ് കൂടുതലും കുളിക്കാനായിട്ട് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ പാറയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുകളിൽ നിന്ന് കുറുണ്ടൊക്കെ ചെറുപ്പത്തിൽ വീണിട്ട് ഒക്കെ എടുത്തിട്ട് വീട്ടിൽ പോകും. അവിടെ നമ്മളേ കുറച്ച് ഐസൊക്കെ മേടിക്കണം, ഐസ്ക്രീമൊക്കെ മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവർ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടായിരിക്കുന്നത്. അപ്പോൾ വേഗം പോയിട്ട് വേണം ഞങ്ങൾക്ക് അതൊക്കെ കഴിക്കാൻ. അപ്പോൾ ഞങ്ങൾ പോവാട്ടാ. പിള്ളേർക്ക് പാർക്കിൽ പോയ ഒരു പ്രതീതി. അപ്പോൾ മുങ്ങി ചാവാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശ്രീകുട്ടൻ്റെയൊക്കെ പ്രായമുള്ള സമയത്തൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കുളിക്കാനൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ എല്ലാവർക്കും ഒരു ഉത്സാഹമാണല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ കുളത്തേക്കൊക്കെ ഇറങ്ങി നീന്താനൊക്കെ നോക്കിയതാണ്. പക്ഷേ നീന്തലൊന്നും അറിയണ്ടായിരുന്നില്ല. ഈ ഒരു കുളത്തിൻ്റെ ആ ഒരു സൈഡ് ഭാഗത്തായിട്ടൊരു കുഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഇങ്ങനെ താന്ന് പോയി ഇങ്ങനെ പൊന്തുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വേറൊരു കുട്ടിക്ക് നീന്താനൊക്കെ അറിയായിരുന്നു. അപ്പോൾ അവൾ വന്നിട്ടാണ് പെട്ടെന്ന് ഞങ്ങളതിനെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ഉണ്ടായെന്ന് പറയായിരുന്നേ. അങ്ങനെ നമ്മുടെ പോയ കാര്യം സാധിച്ചില്ലെങ്കിലും പിള്ളേർക്ക് നമ്മളുടെ പഴയ കാലത്തെ, അതായത് നമ്മൾ പോയിട്ടുള്ള ചെറുപ്പത്തിൽ നമ്മൾ പോയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടാണ്. ഇതൊക്കെ അവരുടെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ കുറേ കൊല്ലങ്ങളായിട്ട് ആ ഭാഗത്തേക്കൊക്കെ പോയിട്ട് അവിടെ നല്ല പോലെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റി. അപ്പോൾ ഞങ്ങൾ വന്ന് ഡ്രസ്സൊക്കെ മാറി ഇതാ പിള്ളേരെ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മേടിച്ച് കൊടുന്നു. അപ്പോൾ ചേച്ചിക്ക് വീട്ടിലേക്ക് പോകാനുള്ള നേരമൊക്കെ ആയിട്ടാണ് പിള്ളേരേക്കും. അപ്പോൾ അവരിവിടെ നിൽക്കണമൊന്നുമില്ല, ഇന്ന് തന്നെ പോവാണ്. അപ്പോൾ അവർ പോകുമ്പോഴേക്കും ഐസ്ക്രീമൊക്കെ ഒന്ന് കഴിച്ച് ഇതാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കുടുംബം എന്ന് പറയുന്നത്. കുറച്ച് പേരും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ജോലിക്കൊക്കെ ആയിട്ട് ഓരോരോ സ്ഥലത്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ തറവാട്ട് വീട്. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയുടെ ചേച്ചീനെയാണ് അച്ഛൻ്റെ ചേട്ടൻ കല്യാണം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും ഒരു എന്താ പറയുക ബന്ധം ഒന്നും കൂടിയും ഒരു സ്ട്രോങ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക നമ്മൾ ബന്ധക്കാരൊക്കെ 2 ആളുടെ വീട്ടുകാരൊക്കെ ഒന്നാണല്ലോ. അപ്പോൾ എല്ലാവരും വന്ന് ഒത്തുകൂടുക എന്ന് പറയുന്നത് ഈ ഒരു വീട്ടിലാണ് കേട്ടോ. കാരണം അവിടെ തറവാടാണ്, പിന്നെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റിയ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ ഇവിടെ ആയിരുന്നു ഇവരൊക്കെ വന്ന കാരണം. അപ്പോൾ അവരൊക്കെ പോകാനായിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് വെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.